Welcome back to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we have learned different methods of costing. Today we are going to discuss techniques of costing. What are the different techniques of costing? Technique of costing. What do you mean by technique of costing? Technique of costing is the technique used for controlling the cost. It is the technique used for controlling the cost. It is useful to the management for taking decisions. The different types of techniques are first one, marginal costing. അപ്പോൾ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദ കോസ്റ്റ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കണ്ടുപിടിക്കാനായിരുന്നു. ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് കഴിഞ്ഞാൽ അത് എത്ര രൂപയായി അതിൻ്റെ കോസ്റ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റ് യൂസ് ചെയ്തത്. ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോസ്റ്റിനെ കൺട്രോൾ ചെയ്യണം. നമുക്ക് അപ്പം ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്ന ഏകദേശം ഒരു 80 രൂപ ആകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം? ആ കോസ്റ്റ് 80-നകത്ത് നിൽക്കത്തക്ക രീതിയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൺട്രോളിങ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടെക്നിക്സ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് വൺ, മാർജിനൽ കോസ്റ്റിംഗ്. It is a technique of costing applied by the management by differentiating fixed cost from variable cost. അതായത് ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ടോട്ടൽ കോസ്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എങ്ങനെയൊക്കെ? ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്തെന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ബൈ ദ മാനേജ്മെൻറ്റ് ബൈ ഡിഫറൻഷ്യേറ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് from variable cost. Okay, it is the study of the effect of fixed cost on profit of changes in the volume or type of output by differentiating between fixed and variable cost of the total cost. അപ്പം മാർജിനൽ കോസ്റ്റിങ്ങിൽ ചെയ്യുന്ന എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ എഫക്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഓൺ പ്രോഫിറ്റ്. എഫക്റ്റ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ദ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് അല്ലെങ്കിൽ വോളിയം ഓഫ് ഔട്ട്പുട്ടിന് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ ചേഞ്ചസിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റിൽ എന്തുമാത്രം വ്യത്യാസം ഉണ്ടാകുന്നു എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റഡി നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നടത്തുന്നത്? ബൈ ഡിഫറൻഷ്യേറ്റിംഗ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഓഫ് ദ ടോട്ടൽ കോസ്റ്റ്. അപ്പം ടോട്ടൽ കോസ്റ്റിൽ നിന്ന് എന്തിനെയൊക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കുക? ഫിക്സഡ് കോസ്റ്റിനെയും അതുപോലെ വേരിയബിൾ കോസ്റ്റിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? It is the ascertaining the standard cost and its comparison with the actual cost in order to ascertain variations if any. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് എല്ലാ ആക്ടിവിറ്റീസും ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നിൽക്കത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ഫേവറബിളായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക. അതാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആക്ച്വൽ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, എന്നിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ വേരിയേഷൻസ് തന്നെ 2 രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാകാം. ഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻസും ഉണ്ടാകാം, അതുപോലെ അഡ്വേഴ്സ് ആയിട്ടുള്ള വേരിയേഷൻസും ഉണ്ടാകാം. അഡ്വേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് എന്ത് ചെയ്യണം? നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണെന്ന് നോക്കാം. വാട്ട് ഡു മീൻ ബൈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? ഇറ്റ് ഈസ് ദ അസർട്ടൈനിങ് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് കമ്പാരിസൺ വിത്ത് ദ ആക്ച്വൽ കോസ്റ്റ് ഇൻ ഓർഡർ ടു അസർട്ടൈൻ വേരിയേഷൻസ് ഇഫ് എനി.
ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയും ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓൾ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ കോസ്റ്റ്. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ആണ്, നമ്മൾ മുൻകൂട്ടി ഫിക്സ് ചെയ്യുന്ന കോസ്റ്റാണ്. അപ്പം അങ്ങനെ ഒരു കോസ്റ്റ് നമ്മൾ പ്രീ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ആ കോസ്റ്റിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ഫിക്സ് ചെയ്യുക, ആ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഇറ്റ് പ്രൊവൈഡ് എ യാർഡ് സ്റ്റിക്ക് എഗനിസ്റ്റ് വിച്ച് കോസ്റ്റ് ആൻഡ് ദ പെർഫോമൻസ് ആർ മെഷേർഡ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റിനെയും അതുപോലെ പെർഫോമൻസിനെയും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു യാർഡ് സ്റ്റിക്കായിട്ട് നമ്മൾ ഏതിനെ കൺസിഡർ ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ. Third important technique is uniform costing. Uniform costing. What is uniform costing? This is the use of same costing principles and practices by several undertakings for common control and comparison of cost. അപ്പം ഡിഫറെൻറ്റ് അണ്ടർടേക്കിങ്സ് എന്ത് ചെയ്യുക? സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും അഡോപ്റ്റ് ചെയ്യുക. സെവറൽ അണ്ടർടേക്കിങ്സ്, അതായത് ഒന്ന് കൂടുതൽ ബിസിനസ് യൂണിറ്റുകൾ സെയിം കോസ്റ്റും പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും അഡോപ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ്സിലുണ്ടാകുന്ന കോസ്റ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ABC എന്ന് പറയുന്ന 3 അണ്ടർടേക്കിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 3 അണ്ടർടേക്കിങ്ങിലും യൂസ് ചെയ്യുന്ന കോസ്റ്റും പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും സെയിം ആണെങ്കിൽ എയിലുണ്ടാകുന്ന കോസ്റ്റ് എത്ര, ബിയിലുണ്ടാകുന്ന കോസ്റ്റ് എത്ര, സിയിലുണ്ടാകുന്ന കോസ്റ്റ് എത്ര, 3നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ കോസ്റ്റ് കൂടിയത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് വേണ്ടുന്ന കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഒരേ രീതിയിലുള്ള സെയിം ആയിട്ടുള്ള കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും അഡോപ്റ്റ് ചെയ്താൽ മാത്രമേ സെവറൽ ഇൻഡസ്ട്രീസിനെ അല്ലെങ്കിൽ സെവറൽ അണ്ടർടേക്കിങ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പല ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ പല കമ്പനീസും പല കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസും ടെക്നിക്കുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. കമ്പാരിസൺ പോസിബിൾ അല്ല. ഓക്കെ. അപ്പോൾ കമ്പാരിസൺ പോസിബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് സെവറൽ അണ്ടർടേക്കിങ്സ് സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും അഡോപ്റ്റ് ചെയ്യുന്നു എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക? യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? The fourth and last important techniques of costing is budget and budgetary control. First, what do you mean by budget? A budget is a written plan. Budget is a written plan covering projected activities of a firm for a definite period of time. Okay, അപ്പോൾ what do you mean by budget? Budget is a written plan. നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ ആണെന്തെന്ന് പറയുക? ബഡ്ജറ്റ് എന്ന് പറയുക. ഇറ്റ് കവേഴ്സ് പ്രൊജക്റ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം ഫോർ എ ഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മളൊരു ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട്, ഒരു ഡെഫിനിറ്റ് ഫ്യൂച്ചർ പീരീഡിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിന് എന്ത് ചെയ്യാണ്? പ്രൊജക്റ്റ് ചെയ്യാം. എങ്ങനെ ആയിരിക്കണം നമ്മുടെ ആക്ടിവിറ്റീസ്, ഏത് രീതിയിലായിരിക്കണം നമ്മുടെ ആക്ടിവിറ്റീസ് വരാൻ പോകുന്ന നെക്സ്റ്റ് സപ്പോസ് 3 മന്ത്സിലേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ ആക്ടിവിറ്റീസ്, അതെങ്ങനെയൊക്കെയാണെന്ന് മുൻകൂട്ടി നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുക? ബഡ്ജറ്റ് എന്ന് പറയുക. ഓക്കെ. ദെൻ ഇറ്റ് ഈസ് എ മോണിറ്ററി ആൻഡ് ബാർ ഓർ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ബിസിനസ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ടു ബി പെർസ്യൂഡ് ഇൻ ദ ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം. അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ മോണിറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഇറ്റ് ഈസ് എ മോണിറ്ററി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അതൊരു മോണിറ്ററി സ്റ്റേറ്റ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കാം. മോണിറ്ററിയും ക്വാണ്ടിറ്റേറ്റീവും കൂടി ആയിരിക്കാം. സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക, ഒരു സെയിൽസ് 100 യൂണിറ്റ് ആയിരിക്കണം നെക്സ്റ്റ് 3 മന്ത്സിൽ നമുക്ക് സെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ 100 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷനായി. ഇനി അല്ല, ആ 100 യൂണിറ്റിൻ്റെ പ്രൈസും കൂടി ചേർത്ത് പറയുന്നു 100 യൂണിറ്റ് ആയിരിക്കണം. ഇപ്പോൾ സപ്പോസ് നമ്മുടെ അതിൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 3 lakh ആയിരിക്കണം. ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ആ 3 മന്ത്സിനുള്ളിൽ നമുക്ക് ഈ 3 lakh rupees കവർ ചെയ്യണം. അപ്പോൾ മോണിറ്ററിയും ആയി ക്വാണ്ടിറ്റേറ്റീവ് ആയി. ഓക്കെ അല്ലേ? ഒന്നുകിൽ ക്വാണ്ടിറ്റേറ്റീവ് മാത്രം, അല്ലെങ്കിൽ മോണിറ്ററി മാത്രം, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആകാം. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ മോണിറ്ററി ആൻഡ് ബാർ ഓർ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ബിസിനസ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ടു ബി പെർസ്യൂഡ് ഇൻ ദ ഫ്യൂച്ചർ പീരീഡ്. തൊട്ട് വരാൻ പോകുന്ന ഫ്യൂച്ചർ പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പെർസ്യൂ ചെയ്തിരിക്കണം, ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ റിട്ടേൺ പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബഡ്ജറ്റ് എന്ന് പറയുന്നത്.
Okay, then budgetary control. What is budgetary control? Budgetary control is the process of determining various budgeted figures and comparing them with the actual performance for calculating variances if any. അപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് വേരിയസ് ബഡ്ജറ്റഡ് ഫിഗേഴ്സ് ആൻഡ് കമ്പയറിങ് ദം വിത്ത് ആക്ച്വൽ പെർഫോമൻസ്. അപ്പം ബഡ്ജറ്റ് ഫിഗേഴ്സും ആക്ച്വൽ പെർഫോമൻസും തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എന്തെങ്കിലും കാൽക്കുലേഷൻസ് വേരിയേഷൻസ് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും വേരിയൻസസ് ഉണ്ടോ, ആ വേരിയൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആക്ച്വൽ പെർഫോമൻസിനെയും ബഡ്ജറ്റ് ഫിഗേഴ്സിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബഡ്ജറ്ററി കൺട്രോൾ. അങ്ങനെ കമ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനെയാണെന്ന് പറയുക ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുക. അപ്പോൾ ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ഓഫ് എന്താണ്? കോസ്റ്റിംഗ്. ഡിയർ സ്റ്റുഡൻസ്, ടുഡേസ് അസൈൻമെൻറ്റ് റൈറ്റ് ദ നോട്ട്സ് ഓൺ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗിനെ കുറിച്ചുള്ള നോട്ട്സ് എഴുതുക. ദെൻ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാൽ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റിംഗ്? 1 മാർക്ക് ഓർ 2 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് യൂണിഫോം കോസ്റ്റിംഗ്? അതുപോലെ തന്നെ ദെൻ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? ഓൾസോ 1 or 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ,